ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്ലാന്റിൻ്റെ വീഡിയോ ആണുള്ളത്. പ്ലാന്റ് മീൻസ് ട്രീ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ സീസണില്ലാത്തൊരു ചാമ്പയുണ്ടെന്ന്. അപ്പം നോർമലി നമ്മൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെയാണ് ഇതിൻ്റെ സീസണെന്ന് സാധാരണ പറയാറുള്ളത്. പക്ഷേ ഈ ഒരു ചാമ്പ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും വീണ്ടും ഫ്ലവറിങ് ആയി കായായി അങ്ങനെ വരാറുണ്ട്. അപ്പം ഈ തവണ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിവിലും വിപരീതമായിട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മുട്ടുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ആ ഒരു ഫ്ലവറിങ് ആയിട്ട് ആദ്യം ഫ്ലവറാണല്ലോ പിന്നെ, അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ എല്ലാം പൊഴിഞ്ഞ് വീഴും. ആ പൂക്കളിങ്ങനെ പൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ബാക്കി നിൽക്കുന്ന ആ മുട്ടുകളിൽ നിന്നാണല്ലോ കാ വരിക. അപ്പോൾ ഈ പൂ ഇങ്ങനെ പൊഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്ത് കിടക്കുന്നതാണ് നല്ല രസം. രാവിലെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിറച്ചും പൂവായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിലും ഫ്രണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലിത് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് വെച്ചിരുന്നാൽ നമുക്കിതുപോലെ കാണാൻ പറ്റുമല്ലോ. ശരി, ഞാൻ എന്ത് ചെയ്യും, ഈ ചപ്പ് രാവിലെ അടിച്ച് കളയുമ്പോൾ ഇതിന് പൂക്കൾ അടിച്ച് കളയത്തില്ല, അതങ്ങനെ കിടക്കും. അപ്പോൾ അത് കൂടുതൽ വീഴുമ്പം നല്ല രസമാണ്. അതിങ്ങനെ പിങ്ക് കളറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും അങ്ങനെ. അപ്പം ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ കണ്ടമാനം മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ശേഷമാണ് മുട്ടുകൾ ഇച്ചിരി വളർന്നു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, 2-3 ആഴ്ച എടുക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ പൂവാകും. പൂവ് അധികം ദിവസമൊന്നും ഇങ്ങനെ നിൽക്കാറില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ 1-2-3 ദിവസമൊക്കെ കാണും. അത് കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ നാര് പോലെയാണല്ലോ അതിൻ്റെ ഫ്ലവർ വരുന്നത്, അതെല്ലാം അടർന്ന് വീണിട്ട് ബാക്കി മുട്ടുകൾ അവിടെ നിൽക്കും. ഇപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കിളികൾ, ഞാൻ ഇത്രയും കിളികളൊക്കെ ഈ ഏരിയയിലുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇഷ്ടംപോലെ കിളികൾ, ഈ അടയ്ക്കക്കുരുവികളൊക്കെ പല ടൈപ്പ്, എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. അതുങ്ങളുടെ ഒരു സൗണ്ടും അങ്ങനെയെല്ലാം നല്ല രസം, നല്ല അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ. അപ്പോൾ അതെല്ലാം വന്നിങ്ങനെ ഇതെല്ലാം വന്ന് ഇരിക്കാറുണ്ട്. ഇവർ തേൻ കുടിക്കും ആയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേന്ന് തന്നെ പക്ഷേങ്കിൽ ഈ കൊത്തുമ്പോഴത്തേനുണ്ടല്ലോ ഈ മുട്ട സഹിതം താഴെ ഇളകി വീഴാറുണ്ട്. ഒരുപാടെണ്ണം അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. വേണമെന്നുള്ളത് അണ്ണാനും കടവാനും ഇതിൽ ചാടിക്കയറി കുറേ എല്ലാം താഴെ ഇടാറുണ്ട്. അത് എന്നെ ഇതിൻ്റെ തിന്നുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്നാണേലും നല്ല രസമാണിപ്പം. ഇനി ഇത് കായായി വരാനായിട്ട് ഇനിയും ടൈം എടുക്കും, കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ആ കാ വന്നാലും അതൊന്ന് മൂത്ത് വരാനായിട്ടും മിക്കവാറും ഓരോ മാസമെങ്കിലും പിടിക്കാറുണ്ട്. നമ്മളിപ്പം ഇത്രയും കണ്ടില്ലേ, ഇത്രയും പൂക്കളെല്ലാം കായായി കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ അത്രയൊന്നും നമുക്ക് കിട്ടാറില്ല. ഇനി അഥവാ കായായെങ്കിൽ തന്നെയും നമുക്ക് ഇതുപോലെ ഈ കിളികളും അണ്ണാനും എല്ലാം തന്നെ ഈ മരത്തേൽ അങ്ങനെ കിളികളും അണ്ണാനും ഒക്കെ കൂടിയിട്ട് ഇപ്പം രാവിലെ എന്നല്ല മിക്കവാറും സമയങ്ങൾ മുറ്റത്തിറങ്ങിയാൽ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ ഒരു സീസൺ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു സീസണല്ല ശരിക്കും ഇത് എപ്പോഴും. പക്ഷേ ഇതുപോലെ ആദ്യമായിട്ടാണ് പൂക്കൾ ഇതുപോലെ ഉണ്ടായി വരുന്നത്. എത്രത്തോളം കായായി കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല, കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.